എല്ലാ സൂര്യോദയങ്ങൾക്കും ഒരു മനസ്സുണ്ട്, ഉണർവിൻ്റേതായ മനസ്സ്. പ്രഭാതത്തിൻ്റെ ആദ്യ കിരണങ്ങൾ ഏറ്റുവാങ്ങി ദീർഘനിദ്രയിൽ നിന്ന് ഉണർന്നെണീക്കുന്ന ഭൂമി, മെല്ലെ സജീവമാകുന്ന പ്രകൃതി. അതെ, ഇത് ഉണർവിൻ്റെ വിസ്മയം, പ്രഭാതം. പ്രഭാതത്തിൻ്റെ അരണ്ട വെളിച്ചത്തിലൂടെ, കോടമഞ്ഞിൻ്റെ നേർത്ത പാളികളിലൂടെ ഞങ്ങൾ യാത്ര തുടങ്ങി. പ്രഭാതയാത്ര ഉന്മേഷകരമാണ്. നേർത്ത വെളിച്ചവും തണുപ്പും, ഇലച്ചാർത്തുകളിൽ ഇറ്റുവീഴുന്ന മഞ്ഞിൻ കണങ്ങളുടെ ശുദ്ധി പോലെ ഓരോ പ്രഭാതവും ജീവിതത്തിൻ്റെ വ്രതശുദ്ധികളിലേക്ക് തുറക്കുന്നു. അതിൻ്റെ ആർദ്രമായ അനുഭവത്തിൽ ഭൂമിയാകെ വിലയം ചെയ്യപ്പെടുന്നു. നമ്മൾ പുരിയിൽ നിന്നും യാത്രയാകുന്നു. പുരാവൃത്തങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും നാട്ടുപഴമകളെ പിന്നിലാക്കി യാത്രകൾ നീളുകയാണ്. കൊണാർക്കിലേക്കാണ് നമ്മുടെ യാത്ര. ഒഡീഷയിലെ ഗോൾഡൻ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന കൊണാർക്ക് പുരാതനമായ ഒരു തുറമുഖമായിരുന്നു. കാഴ്ചകളുടെയും അനുഭവങ്ങളുടെയും ശില്പചാരുതയുടെയും വൈവിധ്യങ്ങൾ അവിടെ നമുക്കായി കാത്തിരിപ്പുണ്ട്. തെരുവു വിളക്കുകൾ ഇപ്പോഴും അണഞ്ഞിട്ടില്ല. അതിൻ്റെ അരണ്ട വെളിച്ചം പടർന്നു കിടക്കുന്ന പാതയിൽ ആൾത്തിരക്കില്ല. പാതയ്ക്കിരുവശവുമുള്ള കടകൾ ഭൂരിഭാഗവും ഇനിയും തുറന്നിട്ടില്ല. എല്ലാം ഉണർന്നെണീക്കുന്നതേയുള്ളൂ. വളരെ പരമ്പരാഗതമായ ഒരു ജീവിതശൈലിയുടെ പ്രതിരൂപങ്ങളാണ് പുരിയിലെ നിരത്തുകൾ. നഗരത്തിൻ്റെ സൗകര്യങ്ങളുണ്ടെങ്കിലും ഗ്രാമീണമായ കാഴ്ചകളുടെയും ശീലങ്ങളുടെയും ഒരു മിശ്രണമായാണ് പുരി നമുക്ക് അനുഭവപ്പെടുക. അതിൽ സമ്പന്നമായ ഒരു ഭൂതകാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളുണ്ട്. നമ്മൾ നഗരം വിട്ട് നഗരപ്രാന്തങ്ങളിലൂടെ യാത്ര തുടരുന്നു. പാതയ്ക്കിരുവശവും തിങ്ങി നിറയുന്ന പച്ചപ്പ്. കോടമഞ്ഞ് പിൻവാങ്ങുവാൻ കൂട്ടാക്കാതെ നിരത്തുകളിൽ തന്നെ തങ്ങി നിൽക്കുന്നു. മനോഹരമായ വശ്യപ്രകൃതിയുടെ ആർദ്രമായ സാന്നിധ്യം പകർന്നുകൊണ്ട്. ദൂരക്കാഴ്ചകൾ മഞ്ഞിൻ പടലങ്ങളാൽ പാതി മറിഞ്ഞു കിടക്കുന്നു. ഒരു പുതപ്പണിഞ്ഞതുപോലെ. നല്ല തണുപ്പുണ്ട്. മഞ്ഞിൻ്റെ സൂചിമുനകൾ ശരീരത്തിലേക്ക് കുത്തിക്കയറുന്നു. മധുരമായ ഒരാലസ്യം. ഹരിതപ്രകൃതിയും കാഴ്ചകളും ഒരു കാർഷിക ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. സമൃദ്ധമായ കൃഷിയിടങ്ങൾ ഒഡീഷയുടെ മനോഹാരിതയാണ്. വൈക്കോൽ കൂനകളും അത് കയറ്റിക്കൊണ്ടുപോകുന്ന കാളവണ്ടിയും നമ്മുടെ മൺമറഞ്ഞ കാഴ്ചകളാണ്. അതിവിടെ പുനർജനിക്കുന്നു. ഓർമ്മകളുടെ ഗൃഹാതുരതകൾ പോലെ മഞ്ഞിൻ പടലങ്ങൾ നീണ്ടുകിടക്കുന്ന പാതകളിലാകെ നിറഞ്ഞു നിൽക്കുന്നു.
പുഴയിൽ വീണരിയുന്ന മഞ്ഞിൻ പടലങ്ങൾ, ആകാശവും ഭൂമിയും ഒന്നായതുപോലെ ഒരു വിശുദ്ധമായ ചുംബനത്തിൻ്റെ ഗൂഢസൗന്ദര്യം. നാട്ടുപഴമയുടെ ഈണങ്ങൾ മൂളുന്ന ഈ ഒറ്റയടിപ്പാത എവിടേക്കാണ്? ഒരിക്കലും അവസാനിക്കാതെ നീളുകയാണോ? കുഴയ്ക്കുന്ന ചോദ്യങ്ങളിൽ ഞങ്ങൾ സ്വയം നഷ്ടപ്പെട്ടു പോകുന്നു. മഞ്ഞിൻ്റെ നേർത്ത പാളികളിലൂടെ തെളിഞ്ഞു വരുന്ന ദൃശ്യങ്ങൾ ഗൃഹാതുരമായ അനുഭവങ്ങളുടെ നേർക്കാഴ്ചകളാകുന്നു. കോടമഞ്ഞിൻ പടലങ്ങൾ അതാണ്. ഒറ്റ നിമിഷം കൊണ്ട് അത് നമ്മുടെ കാഴ്ചകളെ മറച്ച് നമ്മെ ഒറ്റപ്പെട്ട തുരുത്തുകളിൽ അടക്കം ചെയ്യുന്നു. ഒട്ടും നനച്ചിരിക്കാതെ അതിൻ്റെ മൂടുപടം നീക്കി നമ്മളെ ഈ പ്രകൃതിയുടെ വിശാലതയിലേക്ക് തുറന്നുവിടുന്നു. എന്ത് വിസ്മയമാണിത്! ഇലച്ചാർത്തുകളുടെ ആകാശം, അദൃശ്യമായ ആവരണത്താൽ പാതിമറഞ്ഞ കാഴ്ചകൾ, നിഗൂഢവും അവ്യക്തവുമായ ഒരു കിനാവിൻ്റെ സുഖാലസ്യം, ആർദ്രം, വശ്യം. ദൂരെ നീണ്ടുകിടക്കുന്ന പാലം മഞ്ഞിൻ പടലങ്ങളുടെ നേർത്ത ആവരണങ്ങളിൽ നിന്നു തെളിഞ്ഞു വരുന്നു. ദൂരെ പൊട്ടുപോലെ പ്രഭാത സൂര്യൻ. ഭൂമിയിലെ ഏറ്റവും വിശുദ്ധമായ കാഴ്ച പോലെ. എന്തു മനോഹരമാണ് ഈ പ്രകൃതി വിസ്മയം! ഈ ഭൂമിയെ അതിൻ്റെ എല്ലാ വിശുദ്ധിയോടും കൂടി നിലനിർത്തേണ്ടത് നമ്മുടെ കടമയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഈ ദൃശ്യചാരുത.